ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നല്ലൊരു ഷേക്കാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഷേക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഷേക്കാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇതേത് സാധനം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഷേക്ക് തയ്യാറാക്കിയതെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും, ഉറപ്പായിട്ടും ഞെട്ടും. അപ്പോൾ ഞെട്ടാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു ഷേക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ, മുഴുവനും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഷേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കപ്പയാണ് എടുത്തിരിക്കുന്നത്. നല്ല നാടൻ കപ്പ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ആ നാരൊക്കെ കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ കപ്പയ്ക്ക് ചെറിയ കട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ തിളപ്പിക്കണം. ആദ്യം ഒന്ന് തിളപ്പിച്ച് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഒന്നുകൂടി വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാനായിട്ട് പോവുകയാണേ. ഞാനിവിടെ ഒരു ചെറിയ കപ്പയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം കപ്പയാണ് നമ്മൾ ഈ ഷേക്ക് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കപ്പ വെന്ത് അങ്ങ് കുഴഞ്ഞു പോകാതെ നല്ലതുപോലെ വെന്ത് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബദാം, ഒരു 10 ബദാം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് തിളപ്പിച്ച് ഒരു അല്പം ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് തണുപ്പിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഷേക്കിന് നല്ല കളർ വേണമല്ലോ, അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബീറ്റ്റൂട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് അതിൻ്റെ ആ ഒരു ചാറുണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഐസ്ക്രീമിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇതാ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, നല്ല കളറിലേക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ കണ്ടാൽ പറയൂ കപ്പയാണെന്ന് ആരും പറയത്തില്ല. നല്ല സ്ട്രോബെറി ഷേക്കാണെന്നും പറഞ്ഞ് നമുക്ക് വീട്ടിൽ വരുന്ന വിരുന്നുകാർക്ക് കൊടുക്കാം കേട്ടോ. നല്ലതാ കുറുകിയിരിപ്പുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാര്യം ഐസ്ക്രീമിൻ്റെ ആ ഒരു തണുപ്പുണ്ട്. പിന്നെ നമ്മൾ പാലൊരല്പം തണുപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഐസ് ക്യൂബ് ഒന്നും ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനിയും ഒട്ടും താമസിക്കാതെ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സോ നട്ട്സോ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർത്ത് കൊടുക്കാതെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1/4 ഭാഗത്തോളം ഈ ഒരു ഷേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വാനില ഐസ്ക്രീമും കൂടി വെച്ച് കൊടുക്കുകയാണ്. ഈ ഐസ്ക്രീമൊക്കെ ഇങ്ങനെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഒരിക്കലും ആരും പറയത്തില്ല ഇത് കപ്പയാണെന്ന്. നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ, അയ്യോ ഇത് കപ്പയാണല്ലോ എന്ന്. കാര്യം അത്ര ടേസ്റ്റാണ്. ഒരിക്കലും ആരും കണ്ടുപിടിക്കത്തില്ല ഇത് കപ്പ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം ഇതിൻ്റെ കളറ് കണ്ടോ, കപ്പയാണെന്ന് പറയുമോ. അപ്പോൾ ഈ കളറും ഈ ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഐസ്ക്രീമൊക്കെ മുകളിലേക്ക് വെച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ബീറ്റ്റൂട്ടിൻ്റെ ചാറ് കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കല്ലേ, വളരെ കുറച്ച് മാത്രം, നല്ലൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ചിലവ് കുറച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഷേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ. ഈ കപ്പയെന്ന് പറയുന്ന സാധനം എപ്പോഴും നമുക്ക് കിട്ടുന്നതല്ലേ, പ്രത്യേകിച്ച് സീസണൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നതാണ് കപ്പ. എന്തായാലും ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ചിലവ് കുറച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഷേക്ക് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ, മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണേ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ഒരു ഷേക്കിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്തിയത്. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്